അടുത്ത വാർത്തയിലേക്ക് പോയാൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. നിലവിൽ CBI കസ്റ്റഡിയിലുള്ളവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നലെ മഹാരാഷ്ട്രയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത കെമിസ്ട്രി ക്ലാസസ് ഡയറക്ടർ ശിവരാജ് മൊട്ടെഗാവങ്കറെ ഇന്നും വിശദമായി ചോദ്യം ചെയ്യും. ഇയാൾ നിരവധി വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ നൽകി എന്നാണ് CBIയുടെ കണ്ടെത്തൽ. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയാണ്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ആദിൽ, അപ്പോൾ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി നേരിട്ട് ബന്ധമുള്ള ആളുകൾ പിടിയിലാവുന്നു. അതോടൊപ്പം ഈ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും ഡയറക്ടർമാർ, അതായത് അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഈ 10-23 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി ഇവർ ഒറ്റുകൊടുത്തത്. അന്വേഷണം നിലവിൽ ഏത് ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്? അതോടൊപ്പം ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയപരമായി എങ്ങനെ ഇരുപക്ഷവും ഉപയോഗിക്കുകയാണ്? ഷിഹാസ് റോഷ്നി, 2 പ്രൊഫസർമാരെയാണ് ഈ ചോദ്യം തയ്യാറാക്കുന്ന പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന 2 അധ്യാപകരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി അറസ്റ്റ് ചെയ്തത്. അതിനുശേഷമാണ് ചില സ്ഥാപനങ്ങൾ, ഈ കരിയർ ഗൈഡൻസ് പോലുള്ള സ്ഥാപനങ്ങൾ, കെമിസ്ട്രി ക്ലാസുകൾ നൽകുന്ന സ്ഥാപനങ്ങളൊക്കെ ഈ മാതൃകാ ചോദ്യപേപ്പർ എന്ന രൂപത്തിൽ ഈ ചോർത്തിയ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു എന്ന വിവരം CBIക്ക് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാരാഷ്ട്രയിൽ നിന്ന് രേണുകൈ കെമിസ്ട്രി ക്ലാസസ് ഡയറക്ടർ ശിവരാജിനെ CBI അറസ്റ്റ് ചെയ്യുന്നതും. ശിവരാജിനെ ഇന്നും വിശദമായി കൂടുതൽ ചോദ്യം ചെയ്യും എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ആർക്കൊക്കെ ഈ ചോദ്യങ്ങൾ നൽകിയിരുന്നു, ചോർത്തിയ ചോദ്യപേപ്പർ ആർക്കൊക്കെ കൈമാറി എന്നതിൽ കൃത്യമായ വിവരം ഇതുവരെ ശിവരാജ് നൽകിയിട്ടില്ല എന്നാണ് CBI പറയുന്നത്. ഇയാളുടെ കൂട്ടാളികളുടെ വിവരം കൂടി ഇനിയും ലഭിക്കാനുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ പാർലമെന്ററി സമിതി ഇടപെടുന്നു. പാർലമെന്ററി സമിതി NTA ചീഫിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റന്നാളാണ് പാർലമെന്ററി സമിതിക്ക് മുന്നിൽ NTA ചീഫ് ഹാജരാവുക. അതേസമയം ചോദ്യപേപ്പർ ചോർത്തിയതിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ശരി, ആദിലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.